വല്ലാത്ത കഷ്ടം തന്നെ. എന്തൊരു ബുദ്ധിമുട്ടാണിത്. ഇവരെ കൊണ്ട് മടുത്തു. വേറെ നിവർത്തിയില്ല. സത്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തുമില്ല. ഇവർക്കൊന്നും വേറെ സ്ഥലമില്ലേ വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്? ഇതാണോ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ നിങ്ങളുടെ കുട്ടികളോട് കാണിക്കാറുള്ള മനോഭാവം? പഠിക്കുക എന്ന് പറയുന്നത് കേട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചവർ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. മറിച്ച് ഇഷ്ടപ്പെട്ട ടീച്ചറിൻ്റെ വിഷയങ്ങൾ പഠിക്കാൻ ട്രൈ ചെയ്തവരാണ് നമ്മളിൽ പലരും. അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ പലതും പഠിച്ചു. അങ്ങനെയാണ് ഒരു സാധാരണ കാര്യം. എന്നാൽ പഠിക്കാനും വായിക്കാനും എഴുതാനും കണക്കുകൾ ചെയ്യാനും നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കാത്ത, പഠനത്തിൽ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ കാര്യം എന്തായിരിക്കും? പഠനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പേരൻസ് പറയുന്നത് അവർ അക്കാഡമിക്സ് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും സ്മാർട്ടാണ് എന്നുള്ളതാണ്. കാരണം ബ്രെയിനിൽ അക്കാഡമിക്സ് ഏരിയയിലായിരിക്കും അവർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളോട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടായിരിക്കേണ്ട മനോഭാവങ്ങൾ എന്തൊക്കെയാണ്? ബി പേഷ്യൻ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അവരുടെ വ്യത്യസ്തതകളെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ സാഹചര്യവും സമയവും പഠന രീതികളും നിർമ്മിക്കാൻ ഒരു ഗുഡ് ടീച്ചറിനെ കഴിയൂ. അങ്ങനെ സാധിച്ചാൽ ഒരു നല്ല സ്റ്റുഡൻറ്റിനെ നിർമ്മിക്കാൻ ഒരു നല്ല ടീച്ചറിന് സാധിക്കും. ലവ് ആൻഡ് റെസ്പെക്റ്റ്. ഒരു ടീച്ചർ ഒരു കുട്ടിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ ഇരിക്കും അവന് പഠിക്കാനുള്ള താല്പര്യം വർദ്ധിക്കുന്നത്. അവൻ്റെ ഡിഗ്നിറ്റി, യുണീക്കായിട്ടുള്ള എബിലിറ്റി, പേഴ്സണാലിറ്റി എന്നിവയെല്ലാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ടീച്ചറിനാണ് ഒരു നല്ല സ്റ്റുഡൻറ്റിനെ നിർമ്മിക്കാൻ സാധിക്കുന്നത്. സ്റ്റേ പോസിറ്റീവ് ആൻഡ് എൻകറേജിങ്. പഠന വൈകല്യങ്ങളുള്ള കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എന്നാൽ അവരുടെ ഈ ബുദ്ധിമുട്ടിനോട് നമുക്ക് പോസിറ്റീവ് ആൻഡ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് അവർക്ക് ഏറ്റവും ആവശ്യം. ഇവൻ പഠിക്കാത്തവൻ എന്ന ആറ്റിറ്റ്യൂഡും സംസാരങ്ങളും ഒഴിവാക്കിയാൽ തന്നെ അവർ പോസിറ്റീവായി കാണപ്പെടും. കുട്ടികളെ പഠിക്കാനായി സ്വയം ട്രൈ ചെയ്യാൻ ടീച്ചർമാർ സഹായിക്കുക. അവോയ്ഡ് ജഡ്ജ്മെൻറ്റ് ആൻഡ് കമ്പാരിസൺ. എല്ലാവർക്കും പഠിക്കുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അവരുടേതായ യുണീക്കായുള്ള ടെക്നിക്സുകളുണ്ട്. കുട്ടികൾ പഠിക്കുന്നതിനായി നമ്മൾ മറ്റുള്ള കുട്ടികളുമായി അവരെ കമ്പയർ ചെയ്യാറുണ്ട്, അല്ലേ? ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീം കുറയാനും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വർദ്ധിക്കാനുമുള്ള സാധ്യതകളുണ്ട്. കമ്പയറിങ് ഒഴിവാക്കി അവരുടെ എബിലിറ്റി അനുസരിച്ച് അവരെ പഠിക്കാൻ നമുക്ക് സഹായിക്കാം. ബി ക്രിയേറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ ഇൻ ടീച്ചിങ്. കുട്ടികൾ സാധാരണയായി ഉപയോഗിക്കുന്ന അവരുടെ നോട്ട്ബുക്കുകൾ കളർഫുള്ളായും കളർ ചാർട്ടുകളും ചിത്രങ്ങളും അവൈലബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും ക്രിയേറ്റീവാക്കാൻ നമുക്ക് സാധിക്കണം. ഒപ്പം ക്ലാസ് റൂമുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവരെ പരിസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനും അനുഭവങ്ങൾ കൊണ്ടും തൊട്ടും കണ്ടും പഠിക്കാനും അവരെ അനുവദിക്കണം. അങ്ങനെ നമ്മുടെ ക്ലാസ് റൂമുകളും പഠനങ്ങളും ഫ്ലെക്സിബിളും ക്രിയേറ്റീവും ആക്കാൻ നമുക്ക് സാധിക്കും.